morning. Good 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 morning. രാവിലെ വാവ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയും. ഞാൻ നേരത്തെ എണീറ്റ് അതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും. എന്നാൽ പിന്നെ കുറച്ചും കൂടെ ടൈം അവന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അവൻ്റെ കുളിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന ടൈമാണ്. അങ്ങനെ കുളിച്ച് ഉടുപ്പൊക്കെ ഇട്ട് ആളങ്ങ് സെറ്റായി അമ്മയുടെ അടുത്തേക്ക് പോയി. ഇനി അമ്മ ഉണ്ടാക്കി വെച്ച നല്ല ഇഡ്ഡലി സാമ്പാറും ഉണ്ട്, അത് കഴിക്കണം. അതാണ് മോർണിംഗ് മോട്ടിവേഷൻ. അപ്പോൾ അത് കഴിച്ച് സെറ്റായി. ഇനി ഞാൻ എൻ്റെ ബാഗും ലാപ്ടോപ്പും കാര്യങ്ങളും മൊബൈലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വി ആർ റെഡി ടു ഗോ ടു ഓഫീസ്. സോ ഞാൻ റെഡിയാണ്. വി ആർ ഗോയിങ് ടു ഓഫീസ്. Dress, ID card, we are all set. Steps and sweating so hard. Lots of buildings. So ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. Did you see behind me? Lot of buildings. Okay. So let's walk. ഞാനൊരു ഈസി വേയിലൂടെയാണ് അത് പോകുന്നത്. നമുക്ക് റോട്ടിൽ കൂടിയും ഒരു വഴിയുണ്ട്. ദെൻ ഈ വഴിയാണ് ഈസി. അതുകൊണ്ട് ഞാൻ ഈ വഴി പോണത്. ഈ വഴി എത്ര എളുപ്പമുള്ള വഴിയൊന്നുമല്ല. ബാക്കിൽ കാണുന്നത് നമ്മുടെ ഓഫീസാട്ടോ. പക്ഷേ ലോങ് വേ ടു ഗോ ടു റീച്ച് ദെയർ. സോ ഈ വഴി എന്ന് പറയുന്നത് പണ്ട് നമ്മളെ അമ്മമ്മമാരൊക്കെ പറയില്ലേ, ഞാൻ കല്ലും മുള്ളും പുഴയും ഒക്കെ താണ്ടിയിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതുപോലത്തെ ഒരു വഴിയാട്ടോ. അതുപോലത്തെ ഒരു വഴി താണ്ടിയിട്ടാണ് ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു എന്താ പറയുക, പ്ലെയിൻ ഏരിയ ആണ്. ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫ്രണ്ട് ക്യാം ഓപ്പൺ ആക്കാതെ. ആൻഡ് ഫുൾ ഓഫ് തിങ്സാണ്. സോ ഞാൻ പോവാണ്. ഇവിടെ പുതിയ ബിൽഡിങ്സൊക്കെ കൺസ്ട്രക്ഷൻ ഗോയിങ് ഓൺ ആണ്. കണ്ടോ, അതും ഓഫീസിൻ്റെ ബിൽഡിങ് തന്നെയാണ് നമ്മുടെ. സോ ഐ ആം വാക്കിംഗ്. ലോങ് വേ ടു ഗോ. 2 minutes 40 seconds ആയി നടക്കാൻ തുടങ്ങിയിട്ട്. രാവിലെ നമ്മൾ എപ്പോഴും ഇത്തിരി നടക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഐ ഫീൽ ദാറ്റ് ഓക്കെ. രാവിലെ ഇത്തിരി നടക്കാം. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടുന്ന് എൻ്റെ ഓഫീസിലോട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഐ പ്രിഫർ ടു വാക്ക്. പിന്നെ എൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, ഫാദേഴ്സ് കൺസേൺ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. എന്തായാലും പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഓക്കെ ടു വാക്ക്. ഇറ്റ്സ് ആക്ച്വലി ബെറ്റർ ടു വാക്ക്. കുറച്ച് കാലോറി ബേൺ ആവുകയും ചെയ്യും. സോ വിൽ നോട്ട് ബി ഹാവിങ് മച്ച് breathing problems, those kind of issues. So I prefer to walk.
പിന്നെ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെ മോർണിംഗ് സീൻസ് ഇവിടെ പറഞ്ഞാൽ ഇവിടെ എപ്പോഴും ഭയങ്കര ഹറി ആയിട്ടുള്ള മോർണിംഗ് ആയിരിക്കും. വൈ? ബിക്കോസ് എവറിബഡി ഈസ് വർക്കിംഗ്, എവറിബഡി ഈസ് ബിസി. അതുകൊണ്ട് എവറി സിംഗിൾ ടൈം crowded ആയിരിക്കും പ്ലേസ്. Once the office gets started, it will be kind of calm place because everybody is there in office. അങ്ങനെ പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും അതെ, ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റ് ആയാലും പിന്നെ നമ്മൾ വാങ്ങുന്ന ഗ്രോസറീസ് ആയാലും എവറി സിംഗിൾ തിങ് ഈസ് വെരി എക്സ്പെൻസീവ്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഞാൻ നടക്കാനുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഓഫീസ് ഓൾമോസ്റ്റ് റീച്ച് ആയിട്ടുണ്ട്. ഞാനിവിടെ ഒന്നും സംസാരിച്ചിട്ടില്ല ബിക്കോസ് ഞാൻ അവിടെ ബാഗ് സ്കാൻ ചെയ്യാനും പിന്നെ ഫിംഗർ പ്രിൻറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുമല്ല, നമ്മളൊരു പ്രൊഫഷണൽ സ്ഥലത്തിരിക്കുന്ന സമയത്ത് വ്ളോഗ് ചെയ്ത് പോകുന്നതും അതത്ര ശരിയായിട്ടുള്ള പരിപാടി അല്ലല്ലോ, അല്ലേ? അങ്ങനെ ഞാൻ ആക്സസ് ഒക്കെ കൊടുത്തിട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഫൗണ്ടൻ ഏരിയയും വാട്ടറും ആർട്ടിഫിഷ്യൽ വാട്ടർ ഫോൾസ് പോലെയും ഒക്കെ കാണാൻ പറ്റും. പഗ്ഗിയൊക്കെ ആയിട്ട് ഒരു നൈസ് വൈബാണ്. കുറേ ട്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാംഗ്ലൂരിൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഗ്രീനറി ഉള്ള പ്ലേസാണ് കേട്ടോ ഓഫീസ്. ഇത്രയും വർഷമായിട്ട് ഇൻഫോസിസ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയും അതെ, ബട്ട് വൈ എന്ന് ചോദിക്കുന്ന സമയത്ത് ഐ സേ വർക്ക് സാറ്റിസ്ഫാക്ഷൻ മസ്റ്റ് ഇൻസൈഡ്. ഇനി കുറച്ച് നേരം നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിലോട്ട് നടക്കാനുണ്ട്. അപ്പം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബിൽഡിങ്ങിലെത്തി ഒരു കൈ കൊണ്ട് വാട്ടർ ഫിൽ ചെയ്യാനുള്ള സാഹസമാണ് കേട്ടോ കാണിക്കുന്നത്. മറ്റേ കയ്യിൽ ക്യാമറ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാണ് കേട്ടോ. അങ്ങനെ വാട്ടർ ഫിൽ ചെയ്ത് ഞാൻ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി കുറച്ച് പ്രഹസനങ്ങളൊക്കെ കഴിച്ച് വെച്ച് ഇതായിരുന്നു കേട്ടോ ഞാൻ അന്നിട്ടിട്ടുണ്ടായിരുന്ന ഔട്ട്ഫിറ്റ്. ഭയങ്കര ലൂസായിട്ടുള്ള ഒരു കാഷ്വലായിട്ടുള്ള ഒരു വെയറായിരുന്നു. ഇപ്പം മുമ്പൊന്നും ഞാനങ്ങനെ ഭയങ്കര ലൂസായിട്ടുള്ള ഡ്രസ്സസൊന്നും ഇടാറേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ ഞാൻ ഭയങ്കര കംഫർട്ടബിളായിട്ട് ലൂസായിട്ടുള്ള ഡ്രസ്സസ് ഇടാറുള്ള. തിങ്സ് ചേഞ്ച്ഡ്. ഇനി ഞാൻ ഓഫീസിൽ നിന്ന് കുറച്ച് വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ക്യാമറയിൽ ഇങ്ങനെ നോക്കണമെന്നുണ്ട്, നോക്കണോ വേണ്ടിയോന്നുണ്ട്. പല പല സംശയങ്ങളായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഓൾമോസ്റ്റ് ഒരു 12:45 ആകുമ്പം ലഞ്ച് ബ്രേക്ക് എടുക്കും. ഞാൻ ലഞ്ച് വീട്ടിലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 15 മിനിറ്റ്സ് അടുത്താണല്ലോ അപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നത്. അതുമല്ല, വാവയ്ക്ക് ഞാൻ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു ടൈമിംഗ് വെച്ചിട്ട് റൂമിലേക്ക് പോയിട്ട് വരാറുണ്ട്. എന്നാലേ അവന് ഓക്കെ ആയിരിക്കുള്ളൂ. ഞാൻ ഫീഡ് ചെയ്യുന്നതുകൊണ്ടും അവൻ ഫോമുല യൂസ് ചെയ്യാത്തതുകൊണ്ടും. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടാവും. ഭയങ്കര ചിരിയായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അവനെ കാണുന്നത് എന്നുള്ളത്. ബാംഗ്ലൂർ വന്നിട്ട് എനിക്ക് കിട്ടിയ 2 ജെം ഓഫ് ദ പീപ്പിളാണ് ഹേമയും പ്രിയങ്കയും. ഞാൻ പ്രിയങ്കേനെ രാമരാമ എന്ന് വിളിക്കും, ഹേമേനെ സെൽവരാജ് എന്ന് വിളിക്കും. കാരണം 2 എൻ്റെ സെക്കൻഡ് നെയിം ആട്ടോ. അത് എനിക്ക് ഏറ്റവും കൂടുതൽ വൾണറബിൾ ആവാൻ പറ്റിയ നല്ലൊരു സ്പേസാണ് എൻ്റെ ഈ 2 ആൾക്കാർ. ഒരാൾ ഇപ്പോൾ റിസൈൻ ചെയ്തു. ഇപ്പോൾ ഒരാളേ ഉള്ളൂ എനിക്ക് ഇപ്പോൾ ബാംഗ്ലൂരിൽ.
അപ്പം ഞങ്ങൾ ജസ്റ്റ് വൈകിട്ട് ഓഫീസൊക്കെ കഴിഞ്ഞപ്പം വാവയ്ക്കായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പ്രിയങ്കയുടെ ബർത്ത്ഡേ ആയിരുന്നു, രാമരമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് ഒരു കമ്മൽ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഫാൻസി ഷോപ്പിൽ കയറിയതാട്ടോ. ഇവിടെ അടുത്തുള്ള യെല്ലമ്മ കോവിലിൽ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. അങ്ങനെ രാത്രി ഈവു നല്ല കളിയാണ്. അവൻ്റെ ഇനിയിപ്പോൾ ഉറക്കം കാര്യങ്ങളൊക്കെ അവൻ തീരുമാനിക്കും, നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ സോ അവൻ എന്തൊക്കെയൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന് കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതോ. മിക്കപ്പോഴും ഇവിടെ രാത്രി നല്ല മഴയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് രാവിലത്തെ ചൂട് രാത്രിത്തെ മഴയിൽ അങ്ങ് അലിഞ്ഞു ചേരും. അങ്ങനെ സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.